പ്രൈം ടൈം ന്യൂസിലേക്ക് വിശദമായി. ചാലക്കുടിയിലും ആലത്തൂരിലും LDF അട്ടിമറി പ്രവചിച്ച് 24 മെഗാ പ്രീപോൾ സർവേ. പാലക്കാട്, ഇടുക്കി മണ്ഡലങ്ങൾ UDF നിലനിർത്തും എന്നാണ് സർവേയിൽ പങ്കെടുത്ത കൂടുതൽ പേരുടെയും അഭിപ്രായം. ഏറ്റവും കൂടുതൽ സാമ്പിൾ പരിശോധനയുടെ പിൻബലത്തിലാണ് പ്രവചനങ്ങൾ. ആർക്ക് വോട്ട് ചെയ്യണമെന്ന് ജനസാമാന്യം ഇതിനോടകം തീരുമാനമെടുത്ത് ഉറച്ചിരിക്കുമ്പോൾ ആ പൊളിറ്റിക്കൽ തീരുമാനം തേടി നമ്മൾ ആ മണ്ഡലങ്ങളിൽ തന്നെയാണ്. ആകാംക്ഷയുടെ അങ്ങേയറ്റം അപ്രവചനീയ മണ്ഡലങ്ങൾ. വെൽക്കം 24 ഇലക്ഷൻ സർവേ സെക്കൻഡ് റൗണ്ട് ഫോർത്ത് ഡേ. അട്ടിമറികൾ കൊണ്ട് മുന്നണികളെ പലതവണ ഞെട്ടിച്ച മണ്ഡലമാണ് ചാലക്കുടി. നിലവിൽ UDFന്റെ സിറ്റിംഗ് സീറ്റ്. ബെന്നി ബെഹനാനും C രവീന്ദ്രനാഥും കളത്തിലിറങ്ങുമ്പോൾ ചാലക്കുടിയിൽ മത്സരം കടുക്കുമെന്നാണ് പ്രവചനം. LDF സ്ഥാനാർത്ഥി C രവീന്ദ്രനാഥിന് അനുകൂലമാണ് സർവേ ഫലം. സർവേയിൽ പങ്കെടുത്ത 41.4% പേരുടെ പിന്തുണ ഇടത് സ്ഥാനാർത്ഥിക്കാണ്. ബെന്നി ബെഹനാന് 39.1%, NDA സ്ഥാനാർത്ഥി KA ഉണ്ണികൃഷ്ണന് 12.8%-ന്റെയും പിന്തുണ ലഭിച്ചു. ആലത്തൂരിലും ഇത്തവണ അട്ടിമറി സംഭവിക്കുമെന്നാണ് പ്രവചനം. LDF സ്ഥാനാർത്ഥിയും മന്ത്രിയുമായ K രാധാകൃഷ്ണന് അനുകൂലമായാണ് സർവേയിൽ പങ്കെടുത്ത 46.5% പേരും പ്രതികരിച്ചത്. UDF സാരഥിയും സിറ്റിംഗ് MPയുമായ രമ്യ ഹരിദാസിനെ 41.7% പേർ അനുകൂലിച്ചപ്പോൾ NDAയുടെ ഡോക്ടർ TN സരസുവിനു വേണ്ടി കൈ ഉയർത്തിയത് 9.6% പേർ മാത്രം. UDFന്റെ കോട്ടകളിലൊന്നായ ഇടുക്കിയിൽ മാറ്റത്തിന് സാധ്യതയില്ലെന്നാണ് സൂചന. സർവേയിൽ പങ്കെടുത്തവരിൽ 47.2% പേരും UDF സ്ഥാനാർത്ഥി ഡീൻ കുര്യാക്കോസിനെ പിന്തുണച്ചു. LDF സ്ഥാനാർത്ഥി ജോയ്സ് ജോർജിന് 39.6% പേരുടെയും NDA സ്ഥാനാർത്ഥി സംഗീത വിശ്വനാഥിന് 12.3% പേരുടെയും പിന്തുണയാണ് ലഭിച്ചത്. പാലക്കാട് മികച്ച പോരാട്ടത്തിന് വേദിയാകുമെന്നാണ് സർവേ ഫലം. UDF സ്ഥാനാർത്ഥിയും സിറ്റിംഗ് MPയുമായ VK ശ്രീകണ്ഠനെ സർവേയിൽ പങ്കെടുത്ത 39.7% പേർ അനുകൂലിച്ചപ്പോൾ 36.9% പേരാണ് LDFന്റെ A വിജയരാഘവന് സാധ്യത പ്രവചിച്ചത്. C കൃഷ്ണകുമാറിനെ അനുകൂലിച്ചത് 22.1% പേർ. 16 മണ്ഡലങ്ങളുടെ സർവേ ഫലം പുറത്തുവന്നപ്പോൾ 10 മണ്ഡലങ്ങളിൽ UDFനും 6 മണ്ഡലങ്ങളിൽ LDFനുമാണ് മുൻതൂക്കം. ഇലക്ഷൻ ഡെസ്ക് 24. കേന്ദ്ര സർക്കാരിന്റെ പ്രവർത്തനങ്ങളെ എങ്ങനെ വിലയിരുത്തുന്നു എന്നതായിരുന്നു 24 പ്രീപോൾ സർവേയുടെ 4ാം ഘട്ടത്തിലെ ബിഗ് ക്വസ്റ്റ്യൻ. കേന്ദ്ര സർക്കാരിന്റെ പ്രവർത്തനം വളരെ മികച്ചത് എന്ന് സർവേയിൽ പങ്കെടുത്ത 6.3% പേർ അഭിപ്രായപ്പെട്ടു. മികച്ചതെന്ന് അഭിപ്രായപ്പെട്ടത് 10.4%. മണ്ഡലം തിരിച്ചുള്ള അഭിപ്രായ സർവേക്കൊപ്പമാണ് വോട്ടിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ തേടിയുള്ള 24 പ്രീപോൾ സർവേയുടെ ബിഗ് ക്വസ്റ്റ്യൻ. കേന്ദ്ര സർക്കാരിന്റെ പ്രവർത്തനങ്ങളെ വോട്ടേഴ്സ് എങ്ങനെ വിലയിരുത്തുന്നു? സർവേയിൽ പങ്കെടുത്ത 33%വും കേന്ദ്ര സർക്കാരിന്റെ പ്രവർത്തനം ശരാശരിയെന്ന് അഭിപ്രായപ്പെട്ടു. കേന്ദ്ര സർക്കാരിന്റെ പ്രവർത്തനങ്ങളെ നിങ്ങൾ വിലയിരുത്തുന്നത് എങ്ങനെയാണ്? വളരെ മികച്ചെന്ന് പറഞ്ഞു 4.3, മികച്ചത് 8.4, ആവറേജ് ശരാശരി ഒക്കെ 31.8%, മോശമെന്ന് പറയുന്നു 28.8, വളരെ മോശം എന്ന് പറയുന്നവർ 26.7% ആളുകൾ. അവിടെയും 31.8% ആളുകൾ ആവറേജ് ആണ് കേന്ദ്ര സർക്കാർ എന്ന് പറയുകയാണ്. സർവേയിൽ പങ്കെടുത്തവരിൽ 26.7% മോശമെന്നും 23.6% വളരെ മോശമെന്നും വിലയിരുത്തി. കേന്ദ്ര സർക്കാരിന്റെ പ്രവർത്തനം വളരെ മികച്ചതെന്ന് അഭിപ്രായപ്പെട്ടത് 6.3% മാത്രം. 10.4% മികച്ചതെന്ന അഭിപ്രായമുള്ളവർ. കേരളം പറഞ്ഞ ഉത്തരം, സ്റ്റേറ്റ് വേയുടെ പറഞ്ഞ ഉത്തരം ഇങ്ങനെയാണ്. വളരെ മികച്ചതെന്ന് പറഞ്ഞവർ 6.3%, മികച്ചതെന്ന് പറയുന്നവർ 10.4%, ശരാശരി ആവറേജ് ആണ്, ഓക്കെയാണ് എന്ന് പറയുന്നവർ 33%, മോശമെന്ന് പറഞ്ഞവർ 26.7%, വളരെ മോശമെന്ന് പറയുന്നവർ 23.6%. വരും ദിവസങ്ങളിലും 24 മെഗാ പ്രീപോൾ സർവേക്കൊപ്പം പ്രധാന വിഷയങ്ങളിൽ വോട്ടേഴ്സിന്റെ മനസ്സറിയാം. ഇലക്ഷൻ ഡെസ്ക് 24. നടിയെ ആക്രമിച്ച കേസിൽ പ്രധാന തെളിവായ മെമ്മറി കാർഡിൽ അനധികൃത പരിശോധന നടന്നു എന്ന പരാതി ശരിവെച്ച് ജില്ലാ ജഡ്ജിയുടെ റിപ്പോർട്ട്. അങ്കമാലി മജിസ്ട്രേറ്റ് ലീന റഷീദ്, ജില്ലാ ജഡ്ജിയുടെ പേഴ്സണൽ അസിസ്റ്റന്റ് മഹേഷ്, വിചാരണ കോടതി ശിരസ്ദാർ താജുദ്ദീൻ എന്നിവർക്കെതിരെയാണ് വസ്തുതാ അന്വേഷണ റിപ്പോർട്ടിലെ പരാമർശം. തെളിവുകൾ ശേഖരിക്കാതെയുള്ള വസ്തുതാന്വേഷണ റിപ്പോർട്ട് കുറ്റക്കാരെ സംരക്ഷിക്കാനാണെന്നാരോപിച്ച് അതിജീവിത ഹൈക്കോടതിയെ സമീപിച്ചു. അങ്കമാലി മജിസ്ട്രേറ്റ് കോടതിയിലും ജില്ലാ കോടതിയിലും വിചാരണ കോടതിയിലും മെമ്മറി കാർഡ് പരിശോധിച്ചു എന്നാണ് കണ്ടെത്തൽ. 2018 അങ്കമാലി മജിസ്ട്രേറ്റ് മെമ്മറി കാർഡ് സ്വകാര്യ കസ്റ്റഡിയിൽ സൂക്ഷിച്ചു. അങ്ങനെ സൂക്ഷിക്കാമെന്ന ധാരണയിലാണ് അത് ചെയ്തതെന്നാണ് മൊഴി. 2018 ഡിസംബർ 13 ജില്ലാ ജഡ്ജിയുടെ PA മഹേഷ് തന്റെ ഫോണിൽ മെമ്മറി കാർഡ് പരിശോധിച്ചു. രാത്രി 10:52 നടന്ന പരിശോധന ജഡ്ജിയുടെ നിർദ്ദേശപ്രകാരമാണെന്നും മൊഴിയുണ്ട്.
എന്നാൽ ജഡ്ജി ഇത്തരമൊരു ആവശ്യം മുന്നോട്ട് വെച്ചോ എന്ന് അന്വേഷണ റിപ്പോർട്ടിന്റെ ഭാഗമായി ഉൾപ്പെടുത്തിയിട്ടില്ല. കൂടാതെ 2021 ജൂലൈ 19 വിചാരണ കോടതി ശിരസ്താർ താജുദ്ദീൻ മെമ്മറി കാർഡ് പരിശോധിച്ചതായി കണ്ടെത്തിയിട്ടുണ്ട്. അനധികൃത പരിശോധനകളെക്കുറിച്ച് റിപ്പോർട്ടിൽ പറയുന്നുണ്ടെങ്കിലും ഇവരുടെ ഫോണുകൾ കസ്റ്റഡിയിലെടുക്കുകയോ നടപടികൾക്ക് നിർദ്ദേശിക്കുകയോ ചെയ്തിട്ടില്ല. ഈ സാഹചര്യത്തിലാണ് അതിജീവിത വീണ്ടും ഹൈക്കോടതിയെ സമീപിച്ചത്. വസ്തുതാന്വേഷണ റിപ്പോർട്ട് സഹപ്രവർത്തകരെ സംരക്ഷിക്കാനുള്ളതാണെന്നും തെളിവ് കസ്റ്റഡിയിലെടുത്ത് ഫോറൻസിക് പരിശോധനയ്ക്ക് പോലും അയക്കാതെ മൊഴി അതേപടി വിശ്വസിച്ച് റിപ്പോർട്ട് തയ്യാറാക്കിയെന്നുമാണ് അതിജീവിതയുടെ ആരോപണം. അന്വേഷണ റിപ്പോർട്ട് റദ്ദാക്കി IG റാങ്കിൽ കുറയാത്ത പോലീസ് ഉദ്യോഗസ്ഥൻ കേസ് അന്വേഷിക്കാൻ കോടതി നിർദ്ദേശിക്കണമെന്നും അതിജീവിത ആവശ്യപ്പെടുന്നു. ഹർജി വെള്ളിയാഴ്ച ഹൈക്കോടതി പരിഗണിക്കും. എസ് ശ്രീകാന്ത്, 24, കൊച്ചി. മാസപ്പടി കേസിൽ ചോദ്യം ചെയ്യൽ നടപടികളിലേക്ക് കടന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കരിമണൽ കമ്പനിയായ CMRL നോട്ടീസ് നൽകി. കമ്പനിയുടെ ഫിനാൻസ് ചുമതലയുള്ള ആൾ നാളെ ചോദ്യം ചെയ്യലിന് ഹാജരാകണം എന്നാണ് നൽകിയിരിക്കുന്ന നിർദ്ദേശം. മാസപ്പടി കേസിൽ കേന്ദ്ര സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് അന്വേഷണം തുടരുന്നതിനിടെയാണ് ED ഇടപെടൽ. വീണ വിജയൻ, എക്സാലോജിക് കമ്പനി, CMRL, പൊതുമേഖലാ സ്ഥാപനമായ KSIDC എന്നിവരാണ് നിലവിൽ അന്വേഷണ പരിധിയിലുള്ളത്. CMRLുമായുള്ള സാമ്പത്തിക ഇടപാടിന് പുറമെ വീണ വിജയന്റെ സ്ഥാപനം നടത്തിയ മറ്റ് സാമ്പത്തിക ഇടപാടുകളും പരിശോധിച്ചേക്കും. എന്നാൽ ഇല്ലാത്ത സേവനത്തിന് വീണയുടെ കമ്പനി പണം വാങ്ങിയത് കള്ളപ്പണം വെളുപ്പിക്കലിന്റെ പരിധിയിൽ വരുമെന്നാണ് ED കണക്ക് കൂട്ടുന്നത്. CMRLന്റെ ബാലൻസ് ഷീറ്റിൽ ആദായനികുതി വകുപ്പും ക്രമക്കേട് കണ്ടെത്തിയിരുന്നു. അന്വേഷണത്തിന്റെ അടുത്ത പടിയായി വീണയടക്കമുള്ള എതിർകക്ഷികളിൽ നിന്ന് രേഖകൾ ആവശ്യപ്പെടും. സഹകരിച്ചില്ലെങ്കിൽ റെയ്ഡ് ചെയ്ത് പിടിച്ചെടുക്കും. തുടർന്നാകും ചോദ്യം ചെയ്യൽ. ആവശ്യമെങ്കിൽ സ്വത്തുക്കൾ മരവിപ്പിക്കുന്നതടക്കമുള്ള നടപടികളിലേക്കും ED കടക്കും. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ വിജയനും അവരുടെ സോഫ്റ്റ്വെയർ സ്ഥാപനമായ എക്സാലോജിക്കിനും കരിമണൽ കമ്പനിയായ CMRLിൽ നിന്ന് ഇല്ലാത്ത സേവനത്തിന് 1,72,00,000 രൂപ നൽകിയെന്നായിരുന്നു ആദായ നികുതി സെറ്റിൽമെന്റ് ബോർഡിന്റെ കണ്ടെത്തൽ. ഇതുകൂടാതെ ലോൺ എന്ന നിലയിലും വീണയ്ക്ക് പണം നൽകിയിരുന്നു. എസ് ശ്രീകാന്ത്, 24, കൊച്ചി. ഡൽഹിയിൽ ആം ആദ്മി പാർട്ടിയിൽ പൊട്ടിത്തെറി. തൊഴിൽ സാമൂഹ്യക്ഷേമ മന്ത്രി രാജ്കുമാർ ആനന്ദ് രാജിവെച്ചു. പാർട്ടി അഴിമതിയിൽ മുങ്ങിയെന്നും പാർട്ടിയിൽ തുടരാൻ കഴിയില്ലെന്നും രാജ്കുമാർ ആനന്ദ്. മദ്യനയ അഴിമതി കേസിൽ അരവിന്ദ് കെജ്രിവാളിന്റെ ഹർജി അടിയന്തരമായി കേൾക്കാനാകില്ലെന്ന് സുപ്രീം കോടതി. അഭിഭാഷകരുമായി കൂടുതൽ ദിവസം കൂടിക്കാഴ്ചയ്ക്ക് അനുമതി വേണമെന്ന കെജ്രിവാളിന്റെ ഹർജി റൌസ് അവന്യൂ കോടതി തള്ളി. കോടതികളിൽ നിന്ന് തുടർച്ചയായി തിരിച്ചടി നേരിട്ട ആം ആദ്മി പാർട്ടിക്ക് കനത്ത ആഘാതമുണ്ടാക്കുന്നതാണ് മന്ത്രി രാജ്കുമാർ ആനന്ദിന്റെ രാജി. കൊണാട്ട് പ്ലേസിലെ ഹോട്ടലിൽ മാധ്യമപ്രവർത്തകരെ വിളിച്ചു ചേർത്താണ് രാജ്കുമാർ ആനന്ദ് മന്ത്രിസ്ഥാനവും പാർട്ടി അംഗത്വവും രാജിവെച്ചതായി പ്രഖ്യാപിച്ചത്. लेकिन आज बड़े अफसोस के साथ कहना पड़ रहा है कि राजनीति तो नहीं बदली, लेकिन राजनेता बदल गए. आम आदमी पार्टी का जन्म ही भ्रष्टाचार के खिलाफ आंदोलन से हुआ था, लेकिन आज ये पार्टी खुद भ्रष्टाचार के दलदल में फंस चुकी है. പട്ടേൽ നഗറിൽ നിന്നുള്ള MLA ആണ് രാജ്കുമാർ ആനന്ദ്. EDയുടെ സമ്മർദ്ദത്തെ തുടർന്നാണ് രാജിയെന്ന് ആം ആദ്മി പാർട്ടി പ്രതികരിച്ചു. ഇന്നലെ വരെ അഴിമതിക്കാരനെന്ന് വിളിച്ച BJPയിലേക്കാണ് രാജ്കുമാർ ആനന്ദ് പോകുന്നതെന്ന് ആം ആദ്മി പാർട്ടി നേതാവ് സഞ്ജയ് സിംഗ്. राजकुमार आनंद जिनके 23 घंटे तक ED का छापा पड़ा था, 23 घंटे तक ED का छापा पड़ा था. पूरी की पूरी भारतीय जनता पार्टी ऊपर से लेकर नीचे तक चिल्ला कर कह रही थी राजकुमार आनंद भ्रष्ट है, राजकुमार आनंद भ्रष्ट है. पूरी की पूरी बीजेपी कह रही थी. മദ്യനയ അഴിമതി കേസിൽ അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റ് നിയമവിരുദ്ധമാണെന്ന ഹർജി ഡൽഹി ഹൈക്കോടതി തള്ളിയ പശ്ചാത്തലത്തിൽ കെജ്രിവാൾ സുപ്രീം കോടതിയെ സമീപിച്ചു. ഹർജി അടിയന്തരമായി കേൾക്കണമെന്ന ആവശ്യം സുപ്രീം കോടതി അംഗീകരിച്ചില്ല. ആഴ്ചയിൽ 5 തവണ അഭിഭാഷകരെ കാണാൻ അനുവദിക്കണമെന്ന കെജ്രിവാളിന്റെ ആവശ്യം ഡൽഹി റൌസ് അവന്യൂ കോടതിയും തള്ളി. അനുമതി നൽകാൻ മതിയായ കാരണങ്ങളില്ലെന്ന് കോടതി നിരീക്ഷിച്ചു. 24, ഡൽഹി. KTU-VC നിയമനത്തിനുള്ള സെർച്ച് കമ്മിറ്റി രൂപീകരിക്കാൻ ഉത്തരവിറക്കി സർക്കാർ. ഗവർണർ രൂപീകരിക്കേണ്ട സെർച്ച് കമ്മിറ്റിയാണ് സർക്കാർ രൂപീകരിച്ചത്. രാഷ്ട്രപതിക്ക് അയച്ച ബില്ലിലെ വ്യവസ്ഥകൾ പ്രകാരമാണ് ഉത്തരവ്. യൂണിവേഴ്സിറ്റി, UGC, ഉന്നത വിദ്യാഭ്യാസ കൗൺസിൽ പ്രതിനിധികളെ ഉൾപ്പെടുത്തും. 2 സർക്കാർ പ്രതിനിധികൾ കമ്മിറ്റിയിൽ ഉണ്ടാകും. കമ്മിറ്റിയിലെ അംഗങ്ങൾ ആരൊക്കെയെന്ന് പിന്നീട് വ്യക്തമാക്കുമെന്നും ഉത്തരവിൽ പറയുന്നു.
ഇന്ത്യ ചൈന അതിർത്തി സംഘർഷത്തിൽ പ്രതികരണവുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഉഭയകക്ഷി ചർച്ചകളിലൂടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയും. നയതന്ത്ര സൈനിക തലങ്ങളിലെ ചർച്ചകളിലൂടെ അതിർത്തിയിൽ ശാന്തിയും സമാധാനവും പുനഃസ്ഥാപിക്കാൻ കഴിയുമെന്നും പ്രധാനമന്ത്രി ന്യൂസ് വീക്കിൽ നൽകിയ അഭിമുഖത്തിലാണ് പ്രധാനമന്ത്രി നിലപാട് വ്യക്തമാക്കിയത്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് വാർത്തകൾ. ICL FinCorp 24 ഇലക്ഷൻ സമർപ്പിക്കുന്നത് ICL FinCorp, the intelligent choice. Powered by Asset, responsibly yours. Plaza Premium Gold, the universe's finest ice cream. in association with Durashine Roof and Wall Sheets, ഒരു ടാറ്റ ബ്ലൂ സ്കോപ്പ് സ്റ്റീൽ ഉൽപ്പന്നം. ACCA CMA CA പഠിച്ച് ജയിക്കാനുള്ള ശരിയായ മാർഗം. എലാൻസ് 0% പണിക്കൂലി, 100% സന്തോഷം. അൽ മുക്തദിർ ജ്വല്ലറി ഗ്രൂപ്പ്, ഇന്ത്യ, UAE. തെരഞ്ഞെടുപ്പിന് ആഴ്ചകൾ മാത്രം ശേഷിക്കെ കൊണ്ടും കൊടുത്തും മുന്നണികൾ. തിരുവനന്തപുരത്ത് BJP വോട്ടിനായി പണം നൽകുന്നു ആരോപിച്ച UDF സ്ഥാനാർത്ഥി ഡോക്ടർ ശശി തരൂരിന് NDA സ്ഥാനാർത്ഥി രാജു ചന്ദ്രശേഖർ വക്കീൽ നോട്ടീസ് അയച്ചു. മുഖ്യമന്ത്രി BJPയെ പ്രീതിപ്പെടുത്തുന്നു എന്ന പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ ആരോപണം. തിരുവനന്തപുരം ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങളിൽ LDF UDF ധാരണയെന്ന് BJP ആരോപിച്ചു. 24 മീറ്റ് ദ കാൻഡിഡേറ്റ് പരിപാടിയിലാണ് ശശി തരൂർ രാജീവ് ചന്ദ്രശേഖറിനെതിരെ ആരോപണം ഉന്നയിച്ചത്. വോട്ടിനു വേണ്ടി പണം നൽകുന്നുവെന്ന പ്രസ്താവന പിൻവലിച്ച് തരൂർ പൊതുസമൂഹത്തോട് മാപ്പ് പറയണമെന്നാവശ്യപ്പെട്ടാണ് രാജീവ് ചന്ദ്രശേഖറിന്റെ വക്കീൽ നോട്ടീസ്. മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ രംഗത്തെത്തി. കേന്ദ്ര ഏജൻസികളെ ഭയന്ന് മുഖ്യമന്ത്രി BJPയെ പ്രീതിപ്പെടുത്തുന്നുവെന്നാണ് വിമർശനം. കോൺഗ്രസിനെതിരെയും രാഹുൽ ഗാന്ധിക്കെതിരെയും നട്ടാൽ കുലിക്കാത്ത നുണ പറഞ്ഞുകൊണ്ടുള്ള ആരോപണങ്ങൾ എല്ലാ ദിവസവും ഉന്നയിച്ച് BJPയെ പ്രീതിപ്പെടുത്തുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ചെയ്യുന്നത്. ആലപ്പുഴയിലെ NDA സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രന്റെ ആരോപണം ഗോകുലം ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് ചെയർമാൻ ഗോകുലം ഗോപാലൻ തള്ളി. അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ആവർത്തിച്ചാൽ നിയമ നടപടി സ്വീകരിക്കുമെന്ന് മുന്നറിയിപ്പ്. യഥാർത്ഥത്തിൽ എനിക്ക് ശോഭാ സുരേന്ദ്രന് നല്ല ഒരു ബഹുമാനവും സ്നേഹമുള്ള എല്ലാ അനിയത്തിയെ പോലെ സ്നേഹിക്കുന്ന ഒരു ലേഡിയാണ്. ഞാൻ പല സമയത്തും കണ്ടുമുട്ടാറുണ്ട്, സംസാരിക്കാറുണ്ട്. ഞങ്ങൾ തമ്മിൽ ഒരു അഭിപ്രായ വ്യത്യാസമില്ല. പക്ഷേ അവരോട് ആരോ എന്തോ പറഞ്ഞതിൻ്റെ പേരിൽ, അതായത് വെള്ളാപ്പള്ളി നടേശനെ സഹകരിച്ചു കഴിഞ്ഞാൽ ഗോകുലം ഗോപാലിന് അത് ഇഷ്ടപ്പെടുകയില്ല, ഗോകുലം ഗോപാലിന് അത് പ്രശ്നങ്ങളുണ്ടാക്കും എന്ന് ആരോ അവർ പറഞ്ഞ് എന്ന രീതിയിൽ അവർ ഒരു പത്രസമ്മേളനം നടത്തി. തീർച്ചയായും അങ്ങനെ എന്തെങ്കിലും ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ശോഭാ സുരേന്ദ്രനായിട്ടുള്ള ബന്ധത്തിൻ്റെ പേരിൽ എന്നെ വിളിച്ച് ചോദിക്കാമായിരുന്നു ശരിയാണോ ഇല്ലയോ എന്ന്. അതില്ലാതെ പത്രസമ്മേളനം നടത്തി എന്നെ അപകീർത്തിപ്പെടുത്തിയ കാര്യത്തിൽ എനിക്ക് വലിയ വിഷമമുണ്ട്. കൊല്ലത്തെ തീരദേശ തോട്ടം മേഖലകളിൽ മുഖ്യമന്ത്രി എത്താത്തത് മതരാഷ്ട്രീയത്തിന്റെ ഭാഗമെന്ന് ഷിബു ബേബി ജോൺ കുറ്റപ്പെടുത്തി. 24 തിരുവനന്തപുരം. പാനൂർ ബോംബ് സ്ഫോടനം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നേതൃത്വത്തിൽ അന്വേഷിക്കണമെന്ന ആവശ്യവുമായി UDF. വടകര ലോക്സഭാ മണ്ഡലം തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയും സ്ഥാനാർത്ഥി ഷാഫി പറമ്പിലും തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകി. DGPക്കും കോഴിക്കോട് കണ്ണൂർ കളക്ടർമാർക്കും പരാതി നൽകിയിട്ടുണ്ട്. ബോംബ് നിർമ്മിച്ചത് എന്തിന്, ആർക്ക് തുടങ്ങിയ കാര്യങ്ങൾ പോലീസിന് ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ലെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇടപെടണം എന്നുമാണ് ആവശ്യം. അഴിമതിയുടെയും കൊള്ളയുടെയും മറ്റൊരു പേരാണ് DMK എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. NDA ഭരണകാലത്ത് ഇന്ത്യയുടെ വികസനം 5Gയിൽ എത്തി നിൽക്കുന്നു. എന്നാൽ DMK 2Gയിൽ അഴിമതി നടത്തിയവരാണെന്ന് പ്രധാനമന്ത്രി ആരോപിച്ചു. ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള 10ാം ഘട്ട സ്ഥാനാർത്ഥി പട്ടിക BJP പുറത്തിറക്കി. 2025 മുൻപ് ജാതി സെൻസസ് നടപ്പാക്കുമെന്ന് സമാജ്വാദി പാർട്ടി പ്രകടന പത്രികയിലൂടെ വ്യക്തമാക്കി. 2 ദിവസത്തെ സന്ദർശനത്തിനായി തമിഴ്നാട്ടിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി രൂക്ഷമായ വിമർശനമാണ് DMK കോൺഗ്രസ് സഖ്യത്തിനെതിരെ ഉന്നയിച്ചത്. രാഷ്ട്രീയം നോക്കി മാത്രമാണ് UPA സംസ്ഥാന സർക്കാരുകൾക്ക് സഹായം നൽകിയത്. തമിഴ്നാടിനെ DMK പിന്നാക്കം കൊണ്ടുപോകുകയാണെന്നും പ്രധാനമന്ത്രി. पूरी DMK एक फैमिली की कंपनी बनकर रह गई है. DMK की फैमिली पॉलिटिक्स की वजह से तमिलनाडु के यूथ को आगे बढ़ने का मौका नहीं मिल रहा है. ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള 10ാം ഘട്ട സ്ഥാനാർത്ഥി പട്ടിക BJP പുറത്തിറക്കി. ഉത്തർപ്രദേശിലെ 7 സീറ്റുകളിലേക്കും പശ്ചിമബംഗാൾ, ചണ്ഡീഗഡ് എന്നിവിടങ്ങളിൽ ഓരോ സീറ്റുകളിലും സ്ഥാനാർത്ഥികളാണ് പട്ടികയിലുള്ളത്. മുൻ പ്രധാനമന്ത്രി ചന്ദ്രശേഖറിന്റെ മകൻ നീരജ് ശേഖറാണ് ഉത്തർപ്രദേശിലെ ബല്ലിയ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥി. ബംഗാളിലെ അസൻസോൾ സീറ്റിൽ മുതിർന്ന നേതാവ് SS അലുവാലിയ മത്സരിക്കും. സമാജ്വാദി പാർട്ടി തെരഞ്ഞെടുപ്പ് പ്രകടന പത്രിക പുറത്തിറക്കി. 2025 ജാതി സെൻസസ് നടപ്പാക്കുമെന്നാണ് പ്രധാന വാഗ്ദാനം. 2029 ആകുമ്പോഴേക്കും ദാരിദ്ര്യം തുടച്ചു നീക്കുമെന്നും
പാർട്ടി അധ്യക്ഷൻ അഖിലേഷ് യാദവ് പുറത്തിറക്കിയ പ്രകടന പത്രികയിലുണ്ട്. കേന്ദ്ര ഏജൻസികളെ പ്രതിപക്ഷത്തിനെതിരെ ഉപയോഗിക്കുന്നുവെന്ന ആരോപണവുമായി കോൺഗ്രസ് നേതാവ് അഭിഷേക് സിംഗ്വിയും രംഗത്തെത്തി. ED, CBI എന്നീ ഏജൻസികളുടെ ഭൂരിഭാഗം രാഷ്ട്രീയ കേസുകളും പ്രതിപക്ഷ നേതാക്കൾക്ക് എതിരെയാണെന്നും ഛത്തീസ്ഗഡ് മദ്യ അഴിമതി കേസ് ഭാവന മാത്രമാണെന്നും സിംഗ്വി പറഞ്ഞു. ഡൽഹി ബ്യൂറോയ്ക്കൊപ്പം 24 ചെന്നൈ. 24-ന്റെ തെരഞ്ഞെടുപ്പ് സംവാദം ഇവിടെ രാഷ്ട്രീയം പറയാം കോട്ടയം ലോക്സഭാ മണ്ഡലത്തിൽ നടന്നു. കേരള കോൺഗ്രസ് രാഷ്ട്രീയം സജീവ ചർച്ചയായ സംവാദത്തിൽ ദേശീയ പ്രാദേശിക വിഷയങ്ങളും ഉയർന്നു വന്നു. കേരള കോൺഗ്രസുകൾ തമ്മിൽ നേർക്കുനേർ ഏറ്റുമുട്ടുന്ന മണ്ഡലത്തിൽ മത്സരം കടുത്തതാണെന്ന് തെളിയിക്കുന്നതായിരുന്നു സംവാദം. തെരഞ്ഞെടുപ്പടുത്തിരിക്കെ സജി മഞ്ഞക്കടമ്പിൽ രാജിവെച്ചതടക്കം കേരള കോൺഗ്രസിനെതിരെ അതിരൂക്ഷ വിമർശനമാണ് ജോസ് കെ മാണി വിഭാഗം ഉന്നയിച്ചത്. അതിഥിയായെത്തിയ ജോണി നെല്ലൂരും പ്രവർത്തകരും ശക്തമായ ചോദ്യങ്ങൾ എതിർവിഭാഗത്തിനെതിരെ ഉന്നയിച്ചു. തോമസ് ചാഴികാടൻ എന്ന് പറയുന്ന ആദർശ ധീരൻ എന്ന് തന്നെ ഞാൻ പറയട്ടെ, അദ്ദേഹത്തിന്റെ പാർട്ടി എടുത്ത തീരുമാനപ്രകാരം അദ്ദേഹം ഇടതുപക്ഷ മുന്നണിയുടെ ഭാഗമായി. ഇതിനു മുമ്പാറ് തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിന്റെ ചിഹ്നം 1-2 ഇപ്പൊ അദ്ദേഹം ഇവിടെ LDFന്റെ ഭാഗമായി മത്സരിക്കുമ്പോൾ ചിഹ്നം മാറിയില്ല, പാർട്ടി മാറിയില്ല. ഉറച്ചു നിൽക്കുന്ന സംശുദ്ധ രാഷ്ട്രീയക്കാരൻ ശ്രീ തോമസ് ചാഴികാടൻ. മുന്നണി മാറ്റവും ജോസ് കെ മാണിയുടെ പാലായിലെ തോൽവിയും ഉയർത്തിക്കാട്ടിയായിരുന്നു ജോസഫ് വിഭാഗത്തിന്റെ മറുപടി. അഡ്വക്കേറ്റ് പ്രിൻസ് ലൂക്കോസാണ് ജോസഫ് വിഭാഗത്തിനു വേണ്ടി ചർച്ചയിൽ പങ്കെടുത്തത്. രാഷ്ട്രീയത്തിന്റെ സുവർണ കാലഘട്ടത്തിൽ UDFകാരൻ ചുമലിലേറ്റിയ ചാഴികാടൻ ഈ സന്ദർഭത്തിൽ UDFുമായി മത്സരിക്കരുത് എന്ന വികാരം UDFകാരന്റെ മുന്നിലുണ്ട്. അതുകൊണ്ട് ആ പദവി ഏറ്റെടുക്കാൻ UDF ഇവിടെ പോരാടും. ആ ദൗത്യം ഞങ്ങൾ വൃത്തിയായി ഇവിടെ നിറവേറ്റും. മണിപ്പൂർ സംഘർഷം, കേരള സ്റ്റോറി വിഷയങ്ങളും ചർച്ചയുടെ ഭാഗമായി. കേന്ദ്ര സർക്കാർ നിലപാടുകളും ആരോപണങ്ങൾക്കുള്ള മറുപടിയും BJP സംസ്ഥാന സമിതി അംഗം NK ശശികുമാർ നൽകി. ഇന്ത്യയിലെ പരമോന്നത കത്തോലിക്ക സഭയുടെ കർദിനാളാരാ? ഓഷോടാണ്. അല്ലാതെ ഇവിടെ കേരള കോൺഗ്രസ്സുകാരനല്ല. കത്തോലിക്ക സഭയുടെ വക്താക്കൾ. അതുകൊണ്ട് ആ വിഷയത്തിൽ, മണിപ്പൂർ വിഷയത്തിൽ എന്താണ് എന്നുള്ളത് കൃത്യമായിട്ട് BJPയും കേന്ദ്ര നേതൃത്വവും ക്രിസ്ത്യൻ സഭയും പറയുന്നുണ്ട്. 24 എക്സിക്യൂട്ടീവ് പ്രസിഡന്റ് വേണു ബാലകൃഷ്ണൻ നയിച്ച ചർച്ച പാലാ കൊട്ടാരമറ്റം സ്വകാര്യ ബസ് സ്റ്റാൻഡിലാണ് നടന്നത്. 24 കോട്ടയം. KM മാണിയുടെ വീട് സന്ദർശിച്ചതിൽ വിശദീകരണവുമായി കേരള കോൺഗ്രസ് വർക്കിംഗ് ചെയർമാൻ PC തോമസ്. സന്ദർശനത്തിൽ രാഷ്ട്രീയമില്ലെന്നും പ്രതിപക്ഷം വിവാദമാക്കുന്നത് ബോധപൂർവമാണെന്നും PC തോമസ് പറഞ്ഞു. അതേസമയം സജി മഞ്ഞക്കടമ്പിലിന്റെ രാജി UDFന്റെ കെട്ടുറപ്പിനെ ബാധിക്കില്ലെന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ 24-നോട് വ്യക്തമാക്കി. സജി മഞ്ഞക്കടമ്പിലിന്റെ രാജി കേരള കോൺഗ്രസിനെ പിടിച്ചു കുലുക്കുന്നതിനിടെയാണ് PC തോമസ് ഇന്നലെ KM മാണിയുടെ വീട് സന്ദർശിച്ചത്. സംഭവം 24 റിപ്പോർട്ട് ചെയ്തതിന് പിന്നാലെ പ്രതിപക്ഷം രാഷ്ട്രീയ വിവാദമാക്കി. ഇതോടെയാണ് PC തോമസ് വിശദീകരണവുമായി എത്തിയത്. KM മാണിയുടെ ഭാര്യ കുട്ടിയമ്മ തന്റെ ബന്ധുവാണെന്നും അവരെ കാണാനാണ് പോയതെന്നുമാണ് PC തോമസിന്റെ വിശദീകരണം. കാലങ്ങളായിട്ട് എൻ്റെ ആന്റിക്ക്, ഞാൻ അമ്മായി എന്നാണ് വിളിക്കുന്നത്, അമ്മായിക്ക് നല്ല സുഖമില്ല. ശാരീരികമായിട്ട് ഒരുപാട് അസ്വസ്ഥതകളുണ്ട്. പ്രായവും ഉണ്ട്, 87 വയസ്സുണ്ട്. അപ്പോൾ ഇതെല്ലാം കൊണ്ട് ബുദ്ധിമുട്ടുന്ന മാണിസാറിന്റെ എൻ്റെ ആന്റിയെ, അമ്മായിയെ ഒന്ന് കണ്ടുകളയാം എന്ന് വിചാരിച്ചാണ് അവിടെ പോയത്. വിവാദം തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടാണെന്ന് PC തോമസ് പ്രതികരിച്ചു. ഇതിനിടെ സജി മഞ്ഞക്കടമ്പിലിന്റെ രാജി UDFന്റെ കെട്ടുറപ്പിനെ ഒരു തരത്തിലും ബാധിക്കില്ലെന്നും തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ 24-നോട് പറഞ്ഞു. ഇല്ല, UDFനെ ബാധിക്കില്ല. UDFന്റെ കെട്ടുറപ്പിനെ ബാധിക്കില്ല. UDFന്റെ കെട്ടുറപ്പ് എന്ന് പറയുന്ന ഘടക രാഷ്ട്രീയ പാർട്ടികളാണ്. ആ ഘടക രാഷ്ട്രീയ പാർട്ടികളുടെ മാന്യത കാണിക്കുക എന്നുള്ളത് ഒരു ജനാധിപത്യ മര്യാദയാണ്, മുന്നണി മര്യാദയാണ്. കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിലെ തർക്കങ്ങൾ പുകയുന്നതിനിടെ ജോസ് കെ മാണി വിഭാഗമായിരുന്ന PM മാത്യുവിന്റെ നിലപാടാണ് UDF ചർച്ചയാക്കുന്നത്. 24 കോട്ടയം. CBI സ്റ്റാൻഡിംഗ് കൗൺസിൽ നിയമനത്തിന് അനിൽ കെ ആന്റണി 25 ലക്ഷം രൂപ വാങ്ങിയതിന് തെളിവുണ്ടെന്ന് വിവാദ ഇടനിലക്കാരൻ TG നന്ദകുമാർ. അനിൽ ആന്റണി സൂപ്പർ ദല്ലാൾ ആണെന്നും TG നന്ദകുമാർ ആരോപിച്ചു. അനിലിനെതിരെ പരാതിയുമായി TG നന്ദകുമാർ തന്നെ കണ്ടിട്ടുണ്ടെന്ന് കോൺഗ്രസ് നേതാവ് PJ കുര്യൻ വ്യക്തമാക്കി. ആരോപണങ്ങൾക്ക് പിന്നിൽ PJ കുര്യന്റെ ഗൂഢാലോചന എന്നായിരുന്നു അനിൽ കെ ആന്റണിയുടെ മറുപടി. പത്തനംതിട്ടയിൽ NDA സ്ഥാനാർത്ഥിയായ അനിൽ ആന്റണിക്കെതിരെ ഗുരുതര ആരോപണങ്ങളാണ് TG നന്ദകുമാർ ഉന്നയിച്ചത്. CBI സ്റ്റാൻഡിംഗ് കൗൺസിൽ നിയമനത്തിന് അനിൽ കെ ആന്റണി 25 ലക്ഷം രൂപ വാങ്ങിയ കാര്യം PJ കുര്യനും ഉമാ തോമസിനും അറിയാം. PJ കുര്യനും PT തോമസും ഇടപെട്ടാണ് 5 തവണയായി പണം തിരികെ ലഭിച്ചതെന്നും നന്ദകുമാർ. AK എന്ന മകൻ അനിൽ ആന്റണി എന്റെ ഇന്ന് CBIയിൽ ഇന്ന നിയമനത്തിന് കാശ് മേടിച്ചിട്ടുണ്ട്. എന്റെ പണം തന്നില്ല, ഞാൻ CBIയുടെ അടുത്ത് പരാതി കൊടുക്കും. ഞാനും പ്രതിയാവും.
എന്നെ റിമാൻഡ് ചെയ്യൂ, ഞാൻ റെഡി. പ്രസിഡന്റിനെ ഉപദ്രവിക്കലെന്നാണ് കുര്യൻ പറഞ്ഞത്. എന്നാ വിളിക്കുന്നു പറഞ്ഞു. എന്റെ മുമ്പിൽ നിന്ന് അനിലിനെ വിളിച്ച്. അനിൽ പറഞ്ഞാൽ ഇമ്മീഡിയറ്റ് സെറ്റിൽ ചെയ്യും. പരാതിയുമായി നന്ദകുമാർ തന്നെ കണ്ടിട്ടുണ്ടെന്ന് സ്ഥിരീകരിച്ച് PJ കുര്യൻ. ശ്രീ അനിൽ ആന്റണി അദ്ദേഹത്തിന് കുറച്ച് പൈസ കൊടുക്കാനുണ്ട്, ആ പൈസ തരാനായിട്ട് പറയണം എന്ന് പറഞ്ഞു. അനിൽ ആന്റണിയോടാണോ പറഞ്ഞത്, ആന്റണി സാറിനോടാണോ പറഞ്ഞതെന്ന് എനിക്ക് എന്തായാലും രണ്ടിലുള്ള ഒരാളോട് ഇങ്ങനെ പൈസ കൊടുക്കാനുണ്ടെങ്കിൽ ആ പൈസ തിരികെ കൊടുക്കണം. കെ കരുണാകരനെയും AK ആന്റണിയെയും ചതിച്ച PJ കുര്യൻ തനിക്കെതിരെ ഗൂഢാലോചന നടത്തുകയാണെന്നും നന്ദകുമാർ സ്ഥിരം കുറ്റവാളിയാണെന്നും അനിൽ ആന്റണി തിരിച്ചടിച്ചു. പണ്ട് ശ്രീ കെ കരുണാകരനെയും ശ്രീ ഉമ്മൻചാണ്ടിയും AK ആന്റണിയും ചതിച്ച പോലെ ഇന്നലെ ഒരിക്കൽ കൂടെ AK ആന്റണിയെ ചതിക്കാനുള്ള ഒരു ശ്രമമാണ് ഇന്നലെ നടത്തിയത്. അനിൽ ആന്റണിയും AK ആന്റണിയും ഒരുമിച്ച് ചതിക്കാൻ ശ്രീ PJ കുര്യനും ഇദ്ദേഹത്തിന്റെ അനുയായികളും ചെയ്യുന്ന കാര്യങ്ങളാണ്. നന്ദകുമാറിന്റെ ആരോപണങ്ങളെക്കുറിച്ചുള്ള മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിൽ നിന്ന് BJP കേരള പ്രഭാരി പ്രകാശ് ജാവദേക്കർ ഒഴിഞ്ഞുമാറി. ഗൂഢാലോചന നടത്തിയെന്ന അനിൽ ആന്റണിയുടെ ആരോപണം ആന്റോ ആന്റണി നിഷേധിച്ചു. നന്ദകുമാറിന്റെ ആരോപണങ്ങളെക്കുറിച്ച് അറിയില്ലെന്ന് ഉമാ തോമസും പ്രതികരിച്ചു. പറയുന്നതിൽ വാസ്തവമൊന്നുമില്ല. അനിൽ ആന്റണിക്ക് പിന്നാലെ BJPയുടെ വനിതാ നേതാവിനെതിരെയും നന്ദകുമാർ ആരോപണം ഉന്നയിച്ചു. കേരളത്തിൽ നിന്നുള്ള സൂപ്പർ ടെറർ നേതാവ് ഭൂമി ഇടപാടുമായി ബന്ധപ്പെട്ട് 10 ലക്ഷം രൂപ വാങ്ങിയെന്നാണ് ആരോപണം. 24 കൊച്ചി. NCERTയുടെ +2 പൊളിറ്റിക്കൽ സയൻസ് പുസ്തകത്തിലെ വിവാദ ഭാഗങ്ങളിൽ മാറ്റം വരുത്തി. പുതിയ പുസ്തകത്തിൽ കശ്മീർ പുനഃസംഘടന പഠന വിഷയമായി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ത്യ ചൈന ബന്ധം ശക്തമാകാത്തതിന് കാരണം ചൈനയുടെ പ്രകോപനം എന്നാണ് പുതുതായി ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇരു രാജ്യങ്ങൾക്കുമിടയിലുള്ള സൈനിക സംഘർഷമെന്ന നേരത്തെയുള്ള പുസ്തകത്തിലെ ഭാഗത്താണ് തിരുത്തൽ വരുത്തിയത്. ആസാദ് പാകിസ്ഥാൻ പരാമർശം നീക്കം ചെയ്ത് പാക് അധീന ജമ്മു കശ്മീർ എന്ന് പകരം ചേർത്തു. അനന്ത്പൂർ സാഹിബ് പ്രമേയത്തെക്കുറിച്ചുള്ള പാഠഭാഗങ്ങളിലെ ഖലിസ്ഥാൻ പരാമർശവും നീക്കി. ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ അതിജീവനത്തെ സംബന്ധിച്ചുള്ള കാർട്ടൂണും ഒഴിവാക്കി. ഗാന്ധിമതി ബാലന് വിട. പ്രശസ്ത നിർമ്മാതാവും ചലച്ചിത്ര അക്കാദമി മുൻ വൈസ് ചെയർമാനുമായ ഗാന്ധിമതി ബാലൻ അന്തരിച്ചു. കരൾ രോഗത്തെ തുടർന്ന് തിരുവനന്തപുരത്തെ കിംസ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. മലയാളത്തിലെ നിരവധി ഹിറ്റ് ചിത്രങ്ങളുടെ നിർമ്മാതാവാണ്. ബാലചന്ദ്രമേനോൻ സംവിധാനം ചെയ്ത ഇത്തിരി നേരം ഒത്തിരി കാര്യം എന്ന സിനിമയിലൂടെ നിർമ്മാണ രംഗത്തെത്തിയ അദ്ദേഹം പിന്നീട് ആദാമിന്റെ വാരിയല്, പഞ്ചവടി പാലം, തൂവാനത്തുമ്പികൾ തുടങ്ങി 30-ലേറെ സിനിമകളുടെ നിർമ്മാണവും വിതരണവും നിർവഹിച്ചു. പൊതുദർശനത്തിന് ശേഷം മൃതദേഹം നാളെ വൈകിട്ട് തൈക്കാട് ശാന്തി കവാടത്തിൽ സംസ്കരിക്കും. കർമ്മപഥത്തിൽ ഉടനീളം തിരുവനന്തപുരവുമായി ആത്മബന്ധം പുലർത്തിയ ആളാണ് ഗാന്ധിമതി ബാലൻ. കലാമേന്മയുള്ള ചിത്രങ്ങളുടെ അമരത്തിരിക്കാൻ ശ്രമിച്ചപ്പോഴും പിന്നീട് മറ്റു മേഖലകളിൽ പ്രവർത്തിച്ചപ്പോഴും തിരുവനന്തപുരവുമായിട്ടായിരുന്നു ഗാന്ധിമതി ബാലന് ആത്മബന്ധം. പത്തനംതിട്ട സ്വദേശിയെങ്കിലും ഗാന്ധിമതി ബാലന്റെ കർമ്മമണ്ഡലം തിരുവനന്തപുരമായിരുന്നു. 40 വർഷത്തിലേറെയായി ബാലൻ തലസ്ഥാനത്ത് ചുവടുറപ്പിച്ചിട്ട്. ഗാന്ധിമതി എന്ന പേര് വലിയ ബ്രാൻഡായി വളർന്നപ്പോൾ സിനിമാ ചർച്ചകളൊക്കെ നടന്നത് തലസ്ഥാനത്ത്. ഗാന്ധിമതി ബാലൻ എന്ന് പറഞ്ഞാൽ തിരുവനന്തപുരത്ത് തിരുവനന്തപുരത്ത് മാത്രമല്ല സിനിമാക്കാരുടെയും സാംസ്കാരിക രംഗത്തെ എല്ലാവരുടെയും അടുത്ത സുഹൃത്താണ് ബാലൻ. ഞങ്ങൾ ബാലണ്ണ എന്നാണ് വിളിക്കുന്നത്. ബാലൻ്റെ വിയോഗം എന്ന് പറയുന്നത് ഞങ്ങൾക്ക് ആർക്കും താങ്ങാൻ പറ്റാത്തൊരു കാര്യമാണ്. ഒരു കാലത്തെ തിരുവനന്തപുരത്തിന്റെ സിനിമാടയാളമായിരുന്ന ധന്യാരമ്യ തിയേറ്റർ കോംപ്ലക്സ് ബാലന്റെ ഉടമസ്ഥതയിലാണ്. ഉറ്റ സുഹൃത്ത് പത്മരാജന്റെ വിയോഗത്തോടെ നിർമ്മാണ രംഗത്തു നിന്ന് പിന്നോട്ടു പോയ ബാലൻ അവസാനമായി പണം മുടക്കിയത് ഈ തണുത്ത വെളുപ്പാൻ കാലത്ത് എന്ന സിനിമയ്ക്കാണ്. പിന്നീടും സംരംഭങ്ങൾക്ക് തുടക്കമിട്ടതല്ല തിരുവനന്തപുരത്ത് നിന്ന് തന്നെ. നിർമ്മാതാവിന്റെ കുപ്പായം അഴിച്ചുവെച്ച ബാലൻ 1/4 നൂറ്റാണ്ടു കഴിഞ്ഞ് സിനിമയിലെ പൈറസി കണ്ടുപിടിക്കാനുള്ള ആലിബൈ എന്ന സോഫ്റ്റ്വെയറുമായി രംഗത്തെത്തി. അന്നൊപ്പമുണ്ടായിരുന്നത് മകൾ സൗമ്യ ബാലൻ. നിർമ്മാതാവിന് വിലയില്ലാതായതോടെ സിനിമാ നിർമ്മാണം നിർത്തിയെന്ന് പറഞ്ഞ ബാലൻ സർഗാത്മകമായി ഇടപെടാൻ കഴിയുന്ന കാലത്ത് സിനിമയിലേക്ക് തിരിച്ചുവരുമെന്ന് പറഞ്ഞിരുന്നു. ആ തിരിച്ചുവരവ് യാഥാർത്ഥ്യമായെങ്കിൽ ഗാന്ധിമതി ഫിലിംസ് വീണ്ടും വെള്ളിത്തിരയിൽ തെളിഞ്ഞേനെ. ഹരികൃഷ്ണൻ, 24 തിരുവനന്തപുരം.
പശ്ചിമ ബംഗാൾ സർക്കാരിന് കൽക്കട്ട ഹൈക്കോടതിയുടെ ഇരട്ട പ്രഹരം. സന്ദേശ് ഖാലി സംഘർഷത്തിൽ CBI അന്വേഷണത്തിന് ഉത്തരവിട്ടു. ഭൂപതി നഗറിലെ പീഡന പരാതിയിൽ പോലീസ് പ്രതി ചേർത്ത NIA ഉദ്യോഗസ്ഥരുടെ അറസ്റ്റ് ഹൈക്കോടതി തടയുകയും ചെയ്തു. പശ്ചിമ ബംഗാളിലെ സന്ദേശ് ഖാലിയിൽ തൃണമൂൽ കോൺഗ്രസ് നേതാവായിരുന്ന ഷാജഹാൻ ഷെയ്ഖിനും കൂട്ടാളികൾക്കും എതിരെ ഉയർന്ന ലൈംഗികാതിക്രമ ഭൂമി കയ്യേറ്റ പരാതികളാണ് CBIക്ക് വിടാൻ ഹൈക്കോടതി നിർദ്ദേശിച്ചത്. CBI അന്വേഷണം കോടതിയുടെ മേൽനോട്ടത്തിലാകണമെന്നും ഉത്തരവിൽ വ്യക്തമാക്കുന്നു. ജനുവരി 5-ന് ഷാജഹാൻ ഷെയ്ഖിന്റെ വീട്ടിൽ റെയ്ഡിനെത്തിയ ED ഉദ്യോഗസ്ഥർ ആക്രമിക്കപ്പെട്ട കേസിൽ നിലവിൽ CBI അന്വേഷണം നടക്കുന്നുണ്ട്. 2022-ലെ സ്ഫോടന കേസുമായി ബന്ധപ്പെട്ട ഭൂപതി നഗറിൽ തൃണമൂൽ നേതാക്കളെ അറസ്റ്റ് ചെയ്യാനെത്തിയ NIA ഉദ്യോഗസ്ഥർക്കെതിരെയാണ് പോലീസ് പീഡന പരാതിയിൽ കേസെടുത്തത്. ഈ കേസിലും കൽക്കട്ട ഹൈക്കോടതിയിൽ തിരിച്ചടി നേരിട്ടു. NIA ഉദ്യോഗസ്ഥരെ അറസ്റ്റ് ചെയ്യരുതെന്ന് ബംഗാൾ പോലീസിന് ഹൈക്കോടതി നിർദ്ദേശം നൽകി. ആവശ്യമെങ്കിൽ 48 മണിക്കൂർ മുൻപ് നോട്ടീസ് നൽകി വീഡിയോ കോൺഫറൻസിംഗിലൂടെ ചോദ്യം ചെയ്യാം. ഭൂപതി നഗർ സ്ഫോടന കേസ് പ്രതിയുടെ ഭാര്യയുടെ പരാതിയിലാണ് പോലീസ് NIA ഉദ്യോഗസ്ഥർക്കെതിരെ കേസെടുത്തത്. 24 ഡൽഹി. സൗദിയിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട കോഴിക്കോട് ഫറൂഖ് സ്വദേശി അബ്ദുറഹീമിന്റെ മോചനത്തിനായി കൈകോർത്ത് നാട്. ഇതുവരെ 13 കോടി രൂപ സമാഹരിച്ചു. ഇന്നലെ ഒരു ദിവസം കൊണ്ട് 7 കോടി കിട്ടി. ഇനി 21 കോടി രൂപ കൂടി കണ്ടെത്തിയാലേ മോചനം സാധ്യമാകും. ലോകമെമ്പാടും ചെറിയ പെരുന്നാൾ ആഘോഷിക്കുമ്പോഴും അബ്ദുറഹീമിന്റെ ഉമ്മ മകൻ തിരിച്ചു വരുമെന്ന ആത്മവിശ്വാസത്തിലും പ്രാർത്ഥനയിലുമാണ്. ഈ കണ്ണുനീർ കണ്ടിൽ നിന്ന് നടിക്കാൻ മനസാക്ഷിയുള്ള ഒരാൾക്കും കഴിയുകയുമില്ല. എത്ര കൊല്ലായിട്ട് കുട്ടികൾ ജയിലിൽ പോയി കുടുങ്ങി കിടക്കണം. എത്രയും പെട്ടെന്ന് എല്ലാവരും പൈസ കൊടുത്തിട്ട് കുട്ടികൾ നാട്ടിലേക്ക് എത്തിച്ച് കാട്ടിത്തരിക്കും. എനിക്കൊന്ന് പറയാനൊക്കാനും കയ്യനിച്ച മക്കളെ സഹിക്കാൻ കയ്യനിച്ച എനിക്ക് എന്നെ പോലത്തെ ഒരു ഉമ്മക്ക് സഹിക്കാൻ കഴിയുമോ നമ്മളൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കാം. 17 കൊല്ലമായില്ല എൻ്റെ കുട്ടേൻ്റെ ഉള്ളിൽ കിടങ്ങിയിട്ട് ഞാൻ കിടന്ന് നേറുന്നത്. കയ്യനില്ല മക്കളെ പറയാന്. മുന്നിലുള്ളത് കേവലം 5 ദിവസം. സമാഹരിക്കേണ്ടത് 21 കോടി എന്ന ഭീമമായ തുക. ഇതുവരെ 13 കോടി ലഭിച്ചു. ഇന്നലെ മാത്രം 7 കോടി രൂപ അക്കൗണ്ടിലേക്ക് എത്തി. എങ്കിലും ആശ്വസിക്കാറായിട്ടില്ല. പെരുന്നാൾ ദിനത്തിലും ബന്ധുക്കളും സുഹൃത്തുക്കളും ധനസമാഹരണത്തിനായുള്ള നെട്ടോട്ടത്തിലാണ്. ലോകമെമ്പാടുമുള്ള സുമനസ്സുകൾക്ക് മാത്രമാണ് ഇനി അബ്ദുറഹീമിനെയും കുടുംബത്തെയും ജീവിതത്തിലേക്ക് മടക്കി കൊണ്ടുവരാനാകുക. 24 കോഴിക്കോട്. പ്രൈം ടൈം ന്യൂസ് പൂർത്തിയാകുന്നു. ഗുഡ് നൈറ്റ്.